ഹലോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മൾ ഒരു സൺഡേ മോർണിംഗിൽ റൈഡിന് വേണ്ടി ഇറങ്ങിയാണ്. കണ്ടില്ലേ, മഴക്കാറ് കണ്ടില്ലേ, മഴ പെയ്യുന്നുണ്ട്, ചെറുതായിട്ട് പൊടിയുന്നുമുണ്ട്. അങ്ങോട്ടിനി എന്താണ് അവസ്ഥ എന്നറിയത്തില്ല. ഞാൻ റെയിൻകോട്ടൊന്നും ഇട്ടിട്ടില്ല, ബാഗിലുണ്ട്. മഴ പെയ്താൽ വീഡിയോ എടുക്കാനൊക്കത്തുമില്ല. വണ്ടി എടുത്തിട്ടും ഒരാഴ്ചയായി. ഞാൻ ഓഫീസിൽ ബാംഗ്ലൂരൊക്കെ പോയിരിക്കുമായിരുന്നു, അതുകൊണ്ട് വണ്ടി അങ്ങനെ എടുക്കുന്നുമില്ലായിരുന്നു. എങ്ങോട്ടാണ് പോകേണ്ടതെന്നും കറക്റ്റായിട്ട് തീരുമാനിച്ചില്ല. വണ്ടി എടുക്കാതിരുന്നതുകൊണ്ട് ഒന്ന് പുഷ് ചെയ്താന്ന് വിചാരിച്ചു. കാരണം പെട്രോളൊക്കെ ഇപ്പോൾ 820 ആണല്ലോ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാതിരുന്നാലുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. മഴ പൊടിയുന്നുണ്ട്. ഇപ്പം ആകാശം ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. എത്ര നേരം ഇതിങ്ങനെ കാണുമെന്നാണ് അറിയത്തില്ല. കാരണം നമുക്ക് നോക്കുമ്പോൾ അറിയാം കേട്ടോ, മേഘം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും മഴ ഉറക്കാം, മഴ ചാറാം, ആ ഒരു ക്ലൈമറ്റാണ് ഇവിടെ. കണ്ടില്ലേ, നല്ല കാറ്റുമുണ്ട്, നല്ല ക്രോസ് വിൻഡൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ക്രോസ് വിൻഡിൻ്റെ കൂടെ തന്നെ കണ്ടില്ലേ, നമുക്ക് നോക്കുമ്പോൾ അറിയാം മേഘം ഇങ്ങനെ പെട്ടെന്ന് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു ക്ലൈമറ്റ് തന്നെ എക്സ്പെക്ട് ചെയ്യാനൊക്കത്തില്ല. ചിലപ്പം തെളിഞ്ഞ് നിന്നിട്ട് അരമണിക്കൂറിൽ തന്നെ അത് മാറും, അല്ലെ 10 മിനിറ്റിലൊക്കെ അത് മാറും. അങ്ങനെ ടൈം ഇപ്പോൾ 7 മണി ആയിട്ടുണ്ട്. വെയിൽ വന്നു. എന്നിട്ട് ആ സൈഡൊക്കെ നമ്മൾ ലാസ്റ്റ് വന്നപ്പോഴേ മൊത്തം ഉണങ്ങി കിടക്കുമായിരുന്നു. ഈ മഴയൊക്കെ പെയ്ത് ആ പുല്ലെല്ലാം കിളിച്ച് നല്ലൊരു ഗ്രീനിഷ് ലുക്കുണ്ട്, കണ്ടോ. ഞാൻ പറഞ്ഞല്ല, കുറച്ച് നാളായി വണ്ടി എടുത്തിട്ട്. വണ്ടിയുടെ ഒരു ചെറിയ ഇതെന്ന് വെച്ചാൽ ആ ചെയിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും നമ്മൾ കൊണ്ട് കാണിക്കുമ്പോൾ ഷോറൂമുകാരും ഈവൻ വർക്ക്ഷോപ്പുകാരും പറഞ്ഞതെന്ന് വെച്ചാൽ ചെയിൻ ലൈഫ് ഇനി കിട്ടുമെന്നാണ്. എന്നാൽ അത് ഒരു അൺഈവൻ ടൈറ്റ്നെസ്സാണ്. അതായത് ഇടയ്ക്ക് ടൈറ്റ് ആവും, ഇടയ്ക്ക് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. അല്ലാതെ അതിന് തേയ്മാനം ഒന്നുമില്ല. ഞാൻ മാറണോ വേണ്ടെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇനി ഓടുമെന്നാണ്. അത് ഒറ്റയ്ക്ക് ഓടിക്കുമ്പോൾ അത്രയും പ്രശ്നം അറിയത്തില്ല. പക്ഷെ നമ്മൾ പുറകിലൊരു പില്ലുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കാലിലൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യും, ആ ചെയിനിൻ്റെ വൈബ്രേഷൻ ലെഫ്റ്റ് ലെഗിൽ. അതുപോലെ പതുക്കെ പോകുമ്പോൾ ആ അടിയൊക്കെ നമുക്ക് ചെറുതായിട്ട് കേൾക്കാം, ചെറിയൊരു നോയ്സ്. അത് മാറണം. ഇപ്പോൾ ഓൾമോസ്റ്റ് 25,000 കിലോമീറ്റേഴ്സ് അത് ഓടി. റോളോണ്ടാണ്, ബ്രാസ് കോട്ടഡ് ചെയിനാണ്, അതുകൊണ്ട് നല്ല ലൈഫും കിട്ടി. ഇപ്പോഴും അവർ പറയുന്നത് അതിനി ഓടുമെന്നാണ്, കുറേ ദൂരം ഓടുമെന്നൊക്കെയാണ് പറയുന്നത്. 10,000 കിലോമീറ്റേഴ്സൊക്കെ ഇനി ഓടുമെന്നൊക്കെ കണ്ടിട്ട്. പക്ഷെ പ്രശ്നം ഇതാണ്, അൺഈവനായിട്ട് ടൈറ്റായിട്ടുണ്ട്. ഇടയ്ക്ക് ലൂസ്, ഇടയ്ക്ക് ടൈറ്റായിട്ട്. നമ്മളങ്ങനെ പെട്രോൾ ഫില്ലാക്കി. ഇനി ഇവിടുന്ന് പോണം. നോർമലാണ് അടിച്ചത്. കാരണം കിടന്നത് നോർമലാണ്. ലാസ്റ്റ് തവണ ഞാൻ ഒരിടത്ത് പോയിട്ട് വേറെ ഒന്നും കിട്ടാത്തതുകൊണ്ട് റിസർവ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു വെറും 300 രൂപയ്ക്ക് ഒരു നോർമൽ അടിച്ചായിരുന്നു. ഇപ്പം പിന്നെ
എഥനോൾ ഉള്ളതുകൊണ്ട് എല്ലാവരും അല്ല, പിന്നെ ആ പെർഫോമൻസ് ബേസിലുള്ള ചെറിയ വ്യത്യാസം മാത്രമേ വരത്തുള്ളൂ. അല്ലെങ്കിൽ XP 100 ഒക്കെ അടിക്കണം, 160 രൂപ ലിറ്ററിൽ. നമ്മൾ ഹൈവേന്ന് ഏതായാലും മറ്റേ അന്ന് പോയ ഹിറ്റ്കൽ ഡാം ആ റൂട്ട് കയറിയിട്ടുണ്ട്. ഈ റൂട്ട് എന്തോ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. അല്ല, മറ്റേ അന്ന് നമ്മൾ പോയപ്പോൾ ഡാമും പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് കണ്ടത്. നമ്മൾ ഗോക്കക്കും ഈ റൂട്ടാണ്. ക്ലൈമറ്റ് നല്ലതാണെങ്കിൽ ചുമ്മാ അങ്ങോട്ട് പോയി നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടം ലാസ്റ്റ് തവണ വന്നതിനേക്കാളും ഗ്രീനിഷ് ആയിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങിയില്ല. ഞാൻ 5 തൊട്ട് നോക്കിയപ്പോൾ അവിടെ മഴയായിരുന്നു. അങ്ങനെ ഒരു മടിച്ച് ഞാൻ പതുക്കെ ആടി തൂങ്ങി അവസാനം 6:30 എങ്ങാണ്ട് ആയപ്പോഴാണ് മഴയൊന്ന് മാറിയത്. അപ്പോഴും പൊടിയുന്നുണ്ടായിരുന്നു. കാരണം കോട്ടെല്ലാം വലിച്ചു കയറ്റി പിന്നെ ചിലതുകൊണ്ട് പിന്നെ ഇവിടെ വരുമ്പോൾ ചൂടായിരിക്കും, പിന്നെ അത് ഊരി മാറ്റണം, അതൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ ഒന്ന് ആടി തൂങ്ങി നിന്ന് മഴയൊന്ന് കുറഞ്ഞപ്പോൾ ഇറങ്ങി. കുഴപ്പമൊന്നുമില്ല. കണ്ടല്ലേ, നല്ല ഗ്രീനറിയാണ്. കണ്ടോ, കമ്പാരിറ്റീവ്ലി ഭയങ്കര തിരക്കുള്ളൊരു റൂട്ടാണ്. എനിക്കൊന്ന് ഇവിടെ എല്ലാം ആൾക്കാർ വരുന്ന ഈവനിങ് ആയിരിക്കും. ഇവിടെ ഒരു പാർക്കുണ്ട്, അന്ന് വന്നപ്പോൾ കണ്ടില്ലേ. പിന്നെ ഒരു ഫോർട്ട്, ഒരു ഫോർട്ടാണ് കണ്ടില്ലേ അത്. പിന്നെ ഇതൊരു പിക്നിക് സ്പോട്ടുണ്ട് അപ്പുറത്ത്. ആ ലേക്കിൻ്റെ സൈഡിലെല്ലാം ആൾക്കാർ കാറൊക്കെ കൊണ്ട് നിർത്തി ഫുഡൊക്കെ ഉണ്ടാക്കുകയും അങ്ങനെ ഒരു സ്ഥലമാണിത്. പിന്നെ നല്ല റോഡുമാണ്. അതുകൊണ്ടാണ് ഒന്നുകൂടെ എനിക്ക് ഈ വഴി വരാൻ ഇഷ്ടം. ഞാൻ ഇത്രയും തവണ വരാനുള്ള കാരണം അതാണ്. കാരണം വണ്ടി ഓടിക്കുമ്പോൾ ഒരു സമാധാനം കിട്ടുന്ന റോഡാണ്. തിരക്കും കുറവ്, നല്ലോണം ടാർ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തൊരു റോഡും. ലാസ്റ്റ് തവണയൊക്കെ നമ്മൾ ഇവിടെ വരെ വന്നിട്ട് തിരിച്ചു പോകുമായിരുന്നു. ഈ റൂട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇത് മറ്റേ ഗോക്കക് ഫാൾസ്, നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ അറിയാം. അത്യാവശ്യം വൈഡായിട്ട് നിൽക്കുന്നൊരു വാട്ടർഫാളാണ്. കണ്ട റൂട്ട് കണ്ടില്ലേ, നല്ല അടിപൊളി റൂട്ട്. ഫുള്ള് മരങ്ങളൊക്കെ ആയിട്ട്. ഇത് എത്രത്തോളം ഇങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല, ചുമ്മാ പോയി നോക്കാം. ഇതും ഒരു കൊച്ചു ഗ്രാമമാണ് കേട്ടോ. കൊച്ചു ഗ്രാമം മീൻസ് അങ്ങനെ വലിയ തിരക്കും തിക്കൊന്നും ഇല്ലാത്തൊരു ഗ്രാമം. കണ്ടോ, ഇതൊരു കൊച്ചു ഗ്രാമമാണ്. അവരുടെ മെയിൻ സിറ്റി പോലത്തെ മെയിൻ ടൗണോ എന്തോ ആണെന്ന് തോന്നുന്നത്. കുതിരവണ്ടി. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കുന്നൂർ എന്ന് പറഞ്ഞൊരു വില്ലേജാണ്. കുന്നൂരിൽ നിന്ന് ഘട്ടപ്രഭ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്ന റോഡാണിത്. ഇതിൻ്റെ ഇവിടെ ഈ റൂട്ടിൽ എന്തോ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഈ റൂട്ടിലാണ് ഞാൻ പറഞ്ഞ വെള്ളച്ചാട്ടം, മറ്റേ ഗോകക് ഫാൾസ്. കണ്ടല്ലേ, ഇവിടെയൊക്കെ പുഴയും ഒക്കെ ഒരുപാടുണ്ട്. പക്ഷെ റോഡ്
ഭയങ്കര നോർമൽ റോഡാണ്. ഇടയ്ക്കിടയ്ക്ക് ഗട്ടറും ഒക്കെ ഉള്ള റോഡാണ്. നമ്മൾ ഈ പാലത്തിൽ കൂടെയാണ് പോകുന്നത് തോന്നുന്നു കേട്ടോ. അവിടെ വെള്ളച്ചാട്ടം തോന്നുന്നു കേട്ടോ. അവിടെ ഒരു പാലമൊക്കെ ഉണ്ട്. അവിടെയൊക്കെ എൻട്രി ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു തൂക്കുപാലം പോലൊരു പാലം അല്ല. വെള്ളം ഇങ്ങനെ കല്ലിൽ തട്ടി ഒഴുകുന്നതിന് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഫുള്ള് വെള്ളമല്ല, എന്നാലും അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ. നല്ല ഫോഴ്സിൽ ഇങ്ങനെ വെള്ളമുണ്ട്. ബോട്ടിലെത്തിയിട്ടുണ്ട്. വാ, അധികം ആൾക്കാരൊന്നുമില്ല കണ്ടോ. ഇച്ചിരൂടെ നല്ല വെള്ളം വരുമ്പം ഇത് ഫുള്ള് നിറഞ്ഞ് ഒഴുകും. നമ്മുടെ ആതിരപ്പള്ളിയുടെ കാര്യം പറയുന്ന പോലെ ആതിരപ്പള്ളി നോർമലി 2 വരയെ കാണത്തുള്ളല്ലോ. ഇതിപ്പം ഞാൻ ഇത്രയും വെള്ളമുണ്ട്. ഇച്ചിരി അടുത്ത് പോയി കാണിച്ചു തരാം. നമ്മളങ്ങനെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഭാഗമൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പം ഒരു മറ്റേ പശുവിനെ മേയ്ക്കുന്നൊരു പുള്ളി, പശുവല്ല പോത്ത്, സോറി, പോത്തിനെ മേയ്ക്കുന്നൊരു പുള്ളി ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു ഇപ്പുറത്തെ സൈഡിലും നല്ല രസമാണ്, പോയി കണ്ടു നോക്കാൻ പറഞ്ഞു. പുള്ളി ഇനി പറ്റിച്ചാണോന്നറിയില്ല, ചുമ്മാ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടൊക്കെ എന്തോ പാർക്കൊക്കെ ചെയ്തിട്ട് ആൾക്കാർ നടക്കുന്നുണ്ടല്ലേ. ഈ ബിൽഡിംഗ് ഉണ്ടോ, പഴയ ബിൽഡിങ്, TWP&MC 1887, 1887 ബിൽഡിങ്ങാണ്. ഗോകക് ടെക്സ്റ്റൈൽസ് ലിമിറ്റഡ്, ഗോകക് മിൽസ് ഡിവിഷൻ. 887 ആ കാലഘട്ടത്തിലുള്ള ബിൽഡിംഗ് ആണ്. എന്ത് ഹൈറ്റിൽ ഇത് പണിത് വെച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാം ആൾക്കാർ വിസിറ്റ് ചെയ്യുന്നുണ്ടല്ലേ. കൊള്ളാം, വൈബ്.
ഇതെല്ലാം പഴയ ബിൽഡിംഗ് ഒക്കെ ഉണ്ടോ? അവിടുന്ന് ഇങ്ങോട്ട് കുറച്ചുകൂടെ വന്നപ്പോൾ കണ്ടില്ലേ, ഇവിടെ വെള്ളം ഒഴുകുന്ന ആ ഭാഗത്തോട്ട് നമ്മളെത്തി. ഇപ്പോൾ ഈ മരങ്ങളെല്ലാം നിൽക്കുന്നതുകൊണ്ട് നമുക്കത് കറക്റ്റ് താഴത്തെ ഭാഗം ക്യാമറ കിട്ടത്തില്ല. നമ്മൾ അവിടുന്ന് ദൂരെ നിന്ന് കണ്ട സാധനം നമ്മളിപ്പോൾ അതിനടുത്തായി. റോഡ് നല്ലതാണ് കേട്ടോ, നൈസ് റോഡ്. ഇന്നത്തെ വെതർ ഇതുവരെ അടിപൊളിയാണ്. മഴയുണ്ടായിരുന്നെങ്കിലും വെയിലുണ്ടായിരുന്നെങ്കിലും ഇപ്പം നല്ല ഒരു ചെറിയ മൂടലൊക്കെ ഉള്ളൊരു ക്ലൈമറ്റ്. സത്യം പറഞ്ഞാൽ ഈ പ്ലേസിൽ ഇനിയും ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഞാൻ കണ്ടതും ഇനിയുണ്ട് കണ്ടോ. എൻ്റെ ഇവിടെയൊക്കെ ഇനി ഇറങ്ങിയൊക്കെ കാണാൻ പറ്റും നമുക്ക്. ഞാൻ പിന്നെ വിചാരിക്കുന്നത് വെച്ചാൽ ഒരു ദിവസം വൈഫിനെയും കൂടെ കൊണ്ടുവന്നിട്ട് ഫുള്ളൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. മാത്രമല്ല ഇപ്പോൾ വെയിലായി, 9 മണിയായി. ഇവിടെ ഒന്നും സമയമൊന്നും പോകുന്ന അറിയത്തില്ല. കാരണം നമ്മളിങ്ങനെ കറങ്ങി നല്ല രസമുണ്ട് കാണാനൊക്കെ. ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളി സ്ഥലമാണ്. ഇതാണ് ഗോക്കക്കിൻ്റെ റെയിൽവേ സ്റ്റേഷൻ. ഇതിനടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡും. ഒരുപാട് നാളൊന്നും ആയില്ലെന്ന് തോന്നുന്നു ഉണ്ടാക്കിയിട്ട്. ഒരു പുതുമയൊക്കെ ഉണ്ട്, എന്നാൽ സിമ്പിളുമാണ്. റാമ്പൊക്കെ കണ്ടു. നമ്മൾ മേളിൽ ചെല്ലുമ്പോഴത്തേലും ഏകദേശം ഒരു 500 സ്റ്റെപ്പെങ്കിലും നമ്മൾ നടന്നിട്ടുണ്ടായിരിക്കും. അതുപോലത്തെ നീളത്തിൽ വെച്ചിരിക്കുന്ന റാമ്പ്. ഇനി ഇവിടെ ഒരു റിവർ ക്രോസിംഗ് ഉണ്ട്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴുണ്ടായിരുന്നു കണ്ടോ. അയ്യോ, ഇത് പഴയ പാലമൊന്നും പണ്ടങ്ങാണ്ട് റെയിൽവേ പണിഞ്ഞപ്പം ഉള്ള പാലമാണെന്ന് തോന്നുന്നു. അതേപോലെ കണ്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്ന റൂട്ടാണ്. വന്ന വഴി തന്നെ. ഏതായാലും 9 മണി കഴിഞ്ഞു. അപ്പം വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലോ അതുപോലെ ത്രീട്ടനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ ഇനി കമൻറ്റിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.